കോളേജിലൊന്നും DJ പരിപാടി ഇല്ലാത്ത ഒരു കോളേജില്ല. ദുനിയാവ് കോളേജ് ഉണ്ടെങ്കിൽ ഫ്രഷേഴ്സ് ഡേക്ക് ഒരു DJ പാർട്ടി, പിന്നെന്താണ് ക്രിസ്മസിന്, ഓണത്തിന്, എല്ലാത്തിനും പരിപാടി. ആണും പെണ്ണും ഇടകലർന്നിട്ട് ഇങ്ങനെ ഡാൻസും. ഈ തൊപ്പിനെയൊക്കെ കണ്ടു പഠിക്കുന്ന അൽഹംദുലില്ലാ നല്ല വെള്ള വസ്ത്രം വെച്ച് തലപ്പാവും ധരിച്ച് കുരിഞ്ഞു കൊടുക്കും. നല്ല വെള്ള ഡ്രസ് ഇട്ട് മദ്രസയില്. എടാ ഞമ്മെല്ലാം കുറെ കാലം ഉണ്ടായതല്ലേ മുത്തേ, നമ്മക്കറിയില്ലേ? നമ്മൊന്നും ഇത് കാണാത്തതാ. എത്ര കൊല്ലം ദർസ് പഠിച്ചത്. നല്ല വെള്ള കുപ്പായിട്ട് തലപ്പാവും ധരിച്ചിട്ട് തൊപ്പിനെ കുറ്റം പറയാൻ പറ്റില്ല. മദ്രസയിൽ പഠിപ്പിക്കുന്നവരും ദർസ് പഠിക്കുന്ന കുട്ടികളും കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങൾ വിളിച്ചു പറയാനും കുറച്ചൊക്കെ ആളുകൾ വേണ്ടേ? ഞാൻ മംഗലാപുരത്ത് നാട്ടിലോട്ട് വരുമായിരുന്നു. ഏർലി മോർണിംഗ് ആയിരുന്നു കയറുന്നത്, എറണാകുളം എക്സ്പ്രസ്. അപ്പോഴാണ് ഈ ഇൻസിഡൻറ്റ് സംഭവിച്ചത്. ഒരാൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര സൈലൻറ്റ് പേഴ്സൺ ആയിട്ട് തോന്നി. പിന്നെ ഞാനങ്ങനെ ഉറക്കം വന്നപ്പോൾ അങ്ങനെ ഉറങ്ങി. അപ്പോൾ ആൾ എൻ്റെ ജസ്റ്റ് നമുക്ക് 2-3 വട്ടം ഇങ്ങനെ തട്ടി. അപ്പോൾ എണീറ്റു നമ്മളെ പൊന്നുമോളെ പ്രതികരിക്കണ്ടേ? കാലിലുള്ള ചെരുപ്പ് ഊരിയിട്ട് അപ്പം മോന്തക്ക് കൊടുക്കണ്ടേ? ഏതോ ദർസ് കഴിഞ്ഞ് നാട്ടിൽ വരുമായിരിക്കും. ചിലപ്പോൾ വീട്ടിൽ ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ടാവും. അതുവരെ പിടിച്ചെടുക്കാനുള്ള ക്ഷമ ഉണ്ടാവില്ല. ആ ദർസില് മദ്രസില് കയപ്പ് തീർത്തിട്ട് തന്നെ ആയിരിക്കും വരവ്. നമ്മളിത് കുറെ കണ്ടതല്ലേ. ഞങ്ങളെ കൂടെയുള്ള 108 കുട്ടികൾക്കും എഴുതാൻ കഴിഞ്ഞില്ല. പാവപ്പെട്ട ഞാൻ അതിന് ഉത്തരം 9 പേജ് ഞാൻ എഴുതി. രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ കിതാബ് ഓതിക്കണില്ല. രണ്ടാമത്തെ ചോദ്യം വായിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കണ്ണിന്ന് പൊന്നീച്ച പാറിപ്പോയി. എന്താ ചെയ്യാ? അങ്ങനെ ഹദീസ് നമ്മൾ ദുനിയാവെന്ന് കണ്ടിട്ടില്ല. ആ സമയത്താണ് ഞാൻ മഹാനായ വടകര ഉപ്പാപ്പാനെ ഓർത്തു. മഹാൻ എന്നോട് പറഞ്ഞാളെ നല്ല കോളേജാ പൊയ്ക്കോൻ. ഞാൻ വടകര തങ്ങളെ പേരിൽ 3 ഫാത്തിഹ ഓതിയിട്ട് കണ്ണാണ്ട് ചിമ്പിയിട്ട് പെണ്ണിന്റെ മൊനമ്മല് ഊതി. പിന്നെ അവിടെ വടകര തങ്ങൾ പാപ്പ വന്നിട്ട് എഴുതുക 9 പേജ്. ഞാൻ എങ്ങനെ എഴുതുക? ഉസ്താദുമാര് എന്നെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഇതിനൊന്നും ഇസ്ലാമിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പാസ്സായത് ഇതേപോലെ ഏതെങ്കിലും പേനോണ്ട് എഴുതിയിട്ടായിരിക്കും, അല്ലാതെ ദീന് പഠിച്ചിട്ട് പാസ്സായതാവില്ല. ഇവനെ പോലുള്ള കൈതകളല്ലേ ഇവന്മാരുടെ നേതാക്കന്മാര്. ഇതിൽ കൂടുതലൊന്നും ഇവരിൽ നിന്നും പ്രതീക്ഷിക്കരുത്.